അവർ ഇത്ര വേഗം വന്നത്? ഡ്രസ് ഒന്നും നോക്കണില്ലേ? ശരിയാക്കി കൊടുക്കണുണ്ട് ഞാൻ. എടി മീനു, എന്താ പ്ലാന് പറ. അതൊക്കെ ഉണ്ടടി, ഞാൻ പറഞ്ഞു തരാം. സമയാവട്ടെ. നീ ഒന്ന് അടങ്ങ് പെണ്ണേ. നമുക്ക് സമയം ഇഷ്ടം പോലെ മുന്നിൽ കിടക്കല്ലേ. എന്നാലും എത്ര നേരം വെച്ചിട്ടാ ഈ കാത്തിരിപ്പ്? അതൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് തന്നെ പാരയായി വരും. എടി ചക്കി, ഇവിടുന്നാടി നിന്റെ മമ്മിയുടെ ഒരു വൃത്തികെട്ട ശബ്ദം. അയ്യോ മീനു, മമ്മി. ആ ആന്റി, ആന്റിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഡ്രസ് ഒക്കെ വാരി വലിച്ചിട്ടേ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കാ. ഇനി ആന്റിയോട് പോയി നോക്ക്. ചിന്നു, വലിയ വർത്തമാനം പറയാനൊന്നും വരണ്ട കേട്ടോ. ഡ്രസ് നോക്കണോ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നോക്കിക്കൊണ്ട്. ഒരു ഉപദേശക വന്നിരിക്കണേ. എന്താടി നീ ഈ പേരപ്പിള്ളയുടെ കൂടെ കാട്ടുന്നത്? അയ്യോ മമ്മി, ഒന്ന് മിണ്ടാതിരിക്ക്. ഞങ്ങളൊന്നല്ലട്ടോ പേരപ്പിള്ളേര്. സക്കിനാണ് പേര. കണ്ടോ ആ വൃത്തികെട്ട പെണ്ണിന്റെ സംസ്കാരം? ആ പെണ്ണിന്റെ കൂടെ നീ എന്തിനാണ് നടക്കണേ? ചിന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചിന്നു, എനിക്ക് ദേഷ്യം വരുന്നു. നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണല്ലോ എനിക്ക് ജോലിക്ക് പോവാനായിട്ട്. എടി ചക്കി, ഇവിടെ വാടി. മമ്മി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. മമ്മി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്ക്. തക്കടുവാമി ഒന്ന് അടങ്ങ്. തക്കടുവാമി, ഇതൊരു ഷോപ്പല്ലേ. നമുക്ക് ദേഷ്യം വന്നാലേ ശരിയാവൂല. നോക്ക് മമ്മി, ഇങ്ങോട്ട് നോക്ക്. വേണ്ട, നീ എന്നോട് മിണ്ടണ്ട. ആരിത്, രുദ്രയോ? അതെ അതെ, ഞാനേ ഈ വിറ്റകളുടെ കൂടെ കൂടിയിട്ടേ ആകെ ദേഷ്യം വന്ന് നിൽക്കുക. ജമീല, നീയും ഇവിടെ നിന്നാണ് ഡ്രസ് എടുക്കുന്നേ? എവിടെന്നെങ്കിലൊക്കെ ഡ്രസ് എടുക്കണ്ടേ, കല്യാണല്ലേ. അതെന്താ ജമീല, നിനക്ക് ഇഷ്ടമില്ലാത്ത മാതിരി? ഇച്ചി ഈ കല്യാണം തന്നെ ഇഷ്ടല്ല, എന്നിട്ടല്ലേ ഇപ്പോ? അത് പൊളിച്ചു. ആദ്യക്ക് ഒരു കൂട്ടം കൂടി ആയല്ലോ. അതെന്താ ജമീല ഇങ്ങനെയൊക്കെ പറയണേ? എന്നാ പിന്നെ ഈ കല്യാണം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചൂടെ? എന്റെ കുഞ്ഞപ്പു, എന്തൊക്കെയാണ് ആന്റി പറഞ്ഞു കൊടുക്കുന്ന നോക്ക്. ഞാനും കേൾക്കുന്നുണ്ട് ചിന്നു. അത് ശരിയാ, ഇവിറ്റയുടെ കുടുംബത്തിനൊക്കെ ആരെങ്കിലും പെണ്ണെടുക്കോ? നീ എന്തിനാ ജമീല അവിടെ തന്നെ പെണ്ണെടുത്തത്? നിനക്ക് വേറെ എവിടെന്നേലും നോക്കിക്കൂടാന്നോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനീ ഡ്രസ്സൊക്കെ പോയി നോക്കട്ടെ. ഈ കല്യാണം ആ ജമീലക്ക് അത്ര പിടിച്ചിട്ടില്ല തോന്നുന്നു. എന്തായാലും ഒരു കലക്ക് കലക്കാം. ജമീല നിക്ക്, ഞാനും വരുന്നു. മമ്മി, എന്റെ മോളു നീ ഇവിടെ നിക്കേ. ഞാനീ ജമീലന്റെ കൂടെ പോയിട്ട് ഡ്രസ് നോക്കാം. എന്തിന്? നമുക്ക് പോയി നോക്കാം മമ്മി. അല്ല മോളെ, നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. അല്ലെങ്കിൽ മോളും കൂടെ പോന്നോ? മമ്മി പോയോ? ചേച്ചി, ഇതിലേതെങ്കിലും ഇഷ്ടമായോന്ന് നോക്ക്. ഇഷ്ടായെന്നോ? ഒക്കെ നല്ല നല്ല കളറുകളാ. അതൊക്കെ പോട്ടെ, എന്താ മോളെ ഇതിനൊക്കെ പൈസ എത്രയാകും? ഇതൊക്കെ ഓരോന്നിനും ഓരോ വിലയാ ചേച്ചി. നിങ്ങള് എത്ര രൂപയുടെ ഉദ്ദേശിക്കുന്നത്? ഒരു 10,000 ആയിക്കോട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിരുന്നോ? മിണ്ടാതിരുന്നോ അവിടെ? അതെന്നാ ഞാൻ അഭിപ്രായം പറഞ്ഞാല്? പറയൂ താത്ത, എത്ര രൂപ വരെ പോകാം? ഒരു 5,000 പോരെ രമേ? കുറച്ച് നേരത്തെ കാര്യല്ലേ, പിന്നെ അത് കഴിഞ്ഞാലേ ഓര് കൊണ്ടുവരൂലേ ഡ്രസ്സൊക്കെ? അല്ല, ആ പ്രിയ എവിടുത്തെ പോയേ? ചിന്നു, വശമായില്ലേ, ഇന്നിവിടെ വന്നിരുന്നോ? ഈ അമ്മക്കാണെങ്കിലേ ഇത്തിരി കൂടിക്കണോ ആളുകളെ അടിയിലേക്കിട്ടെ നിന്നെ കളിയാക്കല്. കളിയാക്കാൻ പറ്റിയൊരു മുതലേ. കാണിച്ചു കൊടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. പ്രിയമോൾ അങ്ങോട്ട് ഡ്രസ് നോക്കാൻ പോയിന്നല്ലോ. ഈ കുട്ടിയുടെ എവിടെ പോയേ? അത് പിന്നെ ഇതൊക്കെ എത്ര രൂപയുടെയാ? അതന്നെ ഓല് പറയണതേ. അതിന് 10,000, 20,000, 25,000 ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചു നേരം നടാനല്ലേ ഒരു ദിവസം. എന്തിനാ അതൊക്കെ? പിന്നെ നിക്കാതെ കഴിഞ്ഞാലേ ഓലാക്കാരൻ ഡ്രസ് കൊണ്ടുവരാ. അപ്പൊ അത് ഇരിക്കൂല. പിന്നെ നമ്മളിപ്പോ വെറുതെ ഒരു ദിവസത്തിനായിട്ട് പിന്നെ ഓളത് ഇടലും ഉണ്ടാവൂല. അതൊക്കെ ശരിയാണ്. ഒരു 5,000 രൂപയുടെയൊക്കെ മതി അല്ല പത്തോ? അത് മതി പത്തോ, കുറച്ചു നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ. അതെ അതെ, നമ്മളെ കഥ കല്യാണ സാരി അന്നേ ദിവസം മാത്രം എടുക്കും. പിന്നെ അങ്ങനെ എടുത്തു വെക്കല്ലേ ചെയ്യാ. 5,000 രൂപയുടെ സാരി എടുത്താലേ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ കൊച്ചു തമ്പുരാട്ടിക്ക് എത്ര രൂപയാണാവോ കൊടുക്കേണ്ടത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, കുഞ്ഞാപ്പൂനോട് പറഞ്ഞത്. എന്നാ മിണ്ടാതെ ഇരുന്നോളാം അവിടെ. അതെ, ഞാൻ അമ്മയോടല്ലേ പറഞ്ഞത്. അമ്മ പിന്നെ എന്തിനാ എന്നോട് പറയാൻ വരുന്നേ? ഞാൻ ഈ കുഞ്ഞാപ്പൂനോട് പറഞ്ഞതെന്ന്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോളെ നല്ല ഭംഗിയുണ്ടാവും. ഈ കളർ നോക്ക്, മോൾക്ക് നന്നായി ചേരും. മോൾക്ക് പിന്നെ
സുന്ദരി ആവോട്ടെ ഏത് കളർ നന്നായി ചേരും. ഇതെങ്ങനെയുണ്ട്? ഇത് നന്നായിട്ടുണ്ട് മോളെ. മോൾക്ക് പിന്നെ എല്ലാ കളറും ചേരും. ചേച്ചി എല്ലാരും വെച്ച് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് എടുത്തോ. ഇതിനൊക്കെ എത്ര രൂപയാവും? അതിനൊക്കെ ഒരു 6000 രൂപയ്ക്ക് വരും. വേറൊരു കളർ കൂടി എടുക്കോ? പിന്നെന്താ, എത്ര കളർ വേണമെങ്കിലും മോള് വെച്ച് നോക്കിക്കോ. എന്നിട്ട് നല്ലപോലെ ഇഷ്ടമായിട്ട് എടുത്താൽ മതി. ഇതിൽ കുറെ കൂടി ഡിസൈനൊക്കെ കൂടുതലാണല്ലോ. അതെ അതെ, അതിനനുസരിച്ച് റേറ്റും വരുന്നുണ്ട്. ഇതിന് എത്രയാ റേറ്റ് വരുന്നേ? അതിനൊരു 10000 ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഇങ്ങോട്ട് തരൂ, ഒന്ന് നോക്കട്ടെ. 10000? ആ ചേച്ചി, അത് പിന്നെ ഡിസൈനൊക്കെ കൂടുന്തോറേ പിന്നെ റേറ്റും കൂടും. എങ്ങനെ ഒരു കല്യാണ പെണ്ണൊന്ന് ഒരുങ്ങി ഇറങ്ങണമെങ്കിലേ എത്ര ചെലവാണ്. സാധാരണ അന്നന്ന് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നേ നടക്കാത്ത കാര്യം അത്. അതിനൊക്കെ കാശ് ഇത്തിരി വേണം. ഓ തുടത്തി അമ്മ ഇവിടെ വന്നിട്ട് ദാരിദ്ര്യം പറയാനേ. പിന്നെ നല്ല ഡ്രസ് എടുക്കണ്ടേ കല്യാണത്തിന്? എല്ലാരും കല്യാണ പണിയല്ലേ നോക്കുക. ആഹാ, കൊച്ചമ്പുരാട്ടി അവിടെ എന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. ഞാനൊന്നല്ല പറഞ്ഞത്, കുഞ്ഞപ്പ പറഞ്ഞത്. പാത്തു നോക്ക്, പാത്തു ആരാ വരുന്നേന്ന്? ആരടി? പാത്തു ജമീല വരുന്നു, ജമീല. അത് ശരി, ഓളൊക്കെ വരുന്ന ഡ്രസ് എടുക്കണേ. അയ്യോ, ഇനി കണ്ടാലേ നല്ല പൊങ്ങച്ചം പറിച്ചിലിരിക്കും. മോളെ ഈ കളർ കൂടി ഒന്ന് വെച്ച് നോക്കൂ. ഓ നാശങ്ങളെ എല്ലാം നിരന്ന് നിൽക്കുന്നുണ്ട് അവിടെ. 1 മിനിറ്റ് ചേച്ചി. പാത്തു ഓൾക്ക് നല്ല കൂട്ടം കിട്ടിക്കുന്നു കേട്ടോ. ഋതുവിന്റെ കൂടെ കുടിക്കണത്. ജമീല ഇപ്പൊ വന്നല്ലോ. പിന്നെ ഞാൻ ഇപ്പൊ വന്നല്ലാതെ പിന്നെ എന്നെ എവിടെയാണോ പ്രസവിച്ചിട്ടത്? ജമീല ഒറ്റക്കുള്ളൂ, ആരെങ്കിലും ഉണ്ടോ കൂടെ? ഡ്രസ് എടുക്കാൻ വരുമ്പോ പിന്നെ എത്ര ആള് വേണം? ഞാൻ മാത്രം മതിയല്ലോ. എന്റെ മകന്റെ കല്യാണല്ലേ, അതിന് ഡ്രസ് എടുക്കാൻ എത്ര ആള് വരണം? എങ്ങനെയാ ഈ കുട്ടി ഈ സ്ത്രീയുടെ കൂടെ അടുപ്പിട്ട് ജീവിക്കണേ? അല്ലേ ഓൾ അത്രക്ക് വലിയ കുഴപ്പക്കാരൊന്നല്ലാന്ന്. ഓക്ക് എന്തോ ദേഷ്യം വന്നിക്കണു, അതിന്റെതാണ് അപ്പോൾ കാണിച്ചത്. എന്റെ കുട്ടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇതൊക്കെ തന്നെയുള്ളൂ ഇവിടെ? അല്ല മേഡം, ഇനിയും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും എടുത്തിടാം. കണ്ടിട്ട് നല്ല പൂത്ത കാശ് കയ്യിലുണ്ടെന്ന് തോന്നുന്നു. നല്ലോണം സോപ്പിട്ട് നിർത്താം. ഇവിടെ എന്താ നല്ല ഡ്രസ് ഒന്നും ഞാൻ കാണുന്നില്ല. നല്ല ഡ്രസ്സോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വരൂ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാനൊക്കെ അറിയോ? വാ മേഡം, അപ്പുറത്തേക്ക്. അവിടെ നല്ല നല്ല VIP സെലക്ഷൻ ഒക്കെ ഉണ്ട്. ആ നടക്ക്, എന്തായാലും വന്നതല്ലേ, പോയി നോക്കാം. മേഡം ഒന്നിങ്ങ് വന്നേ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ, അവിടുത്തെ അവസ്ഥ എന്താണാവോ. അവിടുത്തെ അവസ്ഥ ഒന്നുമില്ല. മേഡത്തിന് എന്തായാലും ഡ്രസ്സ് നല്ല പോലെ ഇഷ്ടാവുന്ന് ഞാനല്ലേ പറയുന്നത്. എന്റെ കൂടെ വന്നോ, ഞാൻ നല്ലതൊക്കെ കാണിച്ചു തരാം. ഇതെന്ത് മറിമായ മോളെ? അപ്പൊ അവർക്ക് ചിരിച്ച് സംസാരിക്കാനൊക്കെ അറിയാലേ? അതിവിടുത്തെ സ്ഥിരം പരിപാടി ചേച്ചി. കാശുള്ളവർ വന്നാലേ ഒരു പ്രത്യേക പരിഗണനയാ. അപ്പോഴല്ലേ ഇവർക്ക് കൂടുതൽ കാശ് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളെന്താ എണ്ണി കൊടുക്കുന്ന ചക്കക്കുരുവോ? ഇതൊക്കെ അവരുടെ സ്ഥാപനല്ലേ ചേച്ചി, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരുടെ ഇഷ്ടം പോലെയല്ലേ നടക്കുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, അവര് ആരെങ്കിലും സ്വീകരിക്കാതിരിക്കെ ചെയ്യട്ടെ. മോളെ ഈ ഡ്രസ് ഒന്ന് വെച്ച് നോക്കും മോളെ. മോളെ നീ എല്ലാവരും വലിച്ചു വാരിയിടണ്ട. 5000 ആ റേറ്റിൽ എടുത്താൽ മതി. എന്നാ പിന്നെ അങ്ങനെ നോക്കാം ചേച്ചി. ആകെ ഒരു ദിവസത്തെ കാര്യത്തിനല്ലേ, അത് മതിന്ന്. അല്ല രമേ, എന്റെ അഭിപ്രായം എന്താ? ഞാനും അതന്നെ പറയണത്. പിന്നെ ഇപ്പൊ കല്യാണ പെണ്ണ് ആമിയല്ലേ, അവളോട് ചോദിച്ചോക്ക്. അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അല്ല ആമി ജമീലാനെ കണ്ടിട്ടേ അന്തം വിട്ട് നിക്കാണ്. അതെ, 5000 മതി ആന്റി. ഒരുപാട് വിലയൊന്നും കൊടുത്ത് വേണ്ട, കുറച്ച് നേരത്തെ കാര്യല്ലേ ഉള്ളൂ. എന്നാ മോളെ ഇത് നോക്ക്. ഇതിന് ഒരു 5000 രൂപയ്ക്ക് വരുന്നുള്ളൂ. അത് നല്ല കളറുമാണ് അല്ലേ ഉമ്മ? ഇത് ഇങ്ങനെയുണ്ട്, കളർ എല്ലാവർക്കും ഇഷ്ടായോ? കുറച്ചുകൂടി നോക്കാം മോളെ, ഇത് തന്നെ സെലക്ട് ചെയ്യൊന്നും വേണ്ട. അല്ല, ഞാന് ഇതുപോലത്തെ ഒരു കളറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട മോളെ, കല്യാണല്ലേ, കുറച്ച് കളറേ കടം കളറൊക്കെ ഇരുന്നാട്ടെ. അല്ല ചേച്ചി, അന്നത്തെ ദിവസം പുതിയ പെണ്ണ് തിളങ്ങണ്ടേ? വേണം മോളെ, കുറച്ചുകൂടെ വേറെ കളർ എടുക്ക്. കുഞ്ഞപ്പോ ഈ പോക്ക് കണ്ടിട്ടേ നമുക്കൊന്നും ഡ്രസ് എടുക്കണം മറ്റൊന്നും കാണില്ല. അതെ ഇനി ഇച്ചിന്റെ പേന്റ് ഷർട്ട് ഒക്കെ നോക്കണ്ടേ? ഒരു പൊട്ടക്ക് പേന്റ് ഷർട്ട് ഇടുന്നേ. പിന്നെന്താ കല്യാണത്തിന് ഡ്രസ് പോയി കിടക്കാൻ പറ്റുമോ? കുഞ്ഞപ്പോ ഞാൻ സത്യം പറയട്ടെ കേട്ടോ, പൊക്കി പറയാമെന്ന് വിചാരിച്ചല്ലേ. എന്ത് പിന്നെ ഒന്ന് പറയണേ. കുഞ്ഞപ്പോ ഇല്ലേ, എന്നത്തേക്കാൾ ഡ്രസ് ഏത് ഡ്രസ് ഇട്ടാലും അതിനേക്കാളൊക്കെ